റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പുതിയൊരു എക്സാം റിക്രൂട്ട്മെന്റ് നടക്കാൻ പോവുകയാണ്. RRB സെക്ഷൻ കൺട്രോളർ പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്ന് കണ്ടിട്ടില്ലല്ലോ. NTPC, ഗ്രൂപ്പ് ഡി, RPF തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത? ഇതിനെന്തെങ്കിലും എക്സ്പീരിയൻസ് വേണോ, അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഈ പോസ്റ്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിളിച്ചത്, നേരത്തെ എന്തുകൊണ്ടാണ് വിളിക്കാതിരുന്നത്? ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർ റെയിൽവേയുടെ ബാക്കി എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്നത് പോലെ തന്നെ പഠിച്ചാൽ മതിയോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണ്. RRB സെക്ഷൻ കൺട്രോളർ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. വിശദമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് റെയിൽവേയിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ആണ്, റീസെന്റ് ആയിട്ടാണ്, 2 ദിവസം മുമ്പാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി RRBന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷൻ കൺട്രോളർ എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര്. ഈ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. CN നമ്പർ 04/2024/2025 എന്ന പേരിലാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ PDF ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽസിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF കാണാം. നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും അറിയേണ്ട കാര്യങ്ങൾ, കൃത്യമായ ഡീറ്റെയിൽസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ പോസ്റ്റ് എന്നറിയാം, ഈ പോസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലി കാണാൻ ശ്രമിക്കുക. അപ്പോൾ സെക്ഷൻ കൺട്രോളർ എന്താണ്, പോസ്റ്റ് എന്തുകൊണ്ടാണ് നേരത്തെ വിളിക്കാതിരുന്നത്? അതായത് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിനെ പറ്റി ധാരണയുണ്ടാവും. ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്, റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു പോസ്റ്റ് എല്ലാവർക്കും റിലേറ്റബിൾ ആണ്, ഓരോ സ്റ്റേഷൻസും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സെക്ഷൻ മുഴുവനായിട്ട് കുറേ സ്റ്റേഷൻസ് ചേരുന്നതായിരിക്കും ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെക്ഷന്റെ മുഴുവൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ആളാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഇത്തരത്തിൽ വരുന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ. അപ്പോൾ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ റെയിൽവേ ട്രാഫിക്കുകൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്ന ആളാണ്. ഒരുപാട് സ്റ്റേഷൻ മാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ റിപ്പോർട്ടിംഗ് അതോറിറ്റി ആയിട്ട് വരുന്ന സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് ഏകദേശം സ്റ്റേഷൻ മാസ്റ്ററുടെ അതേ പേ ലെവലിൽ തന്നെ വരുന്ന ഒരു പോസ്റ്റാണ്. അതായത് പേ ലെവൽ 6 വരുന്ന പോസ്റ്റാണ്. പക്ഷേ എന്നിരുന്നാലും സിമിലർ പേ ലെവൽ ആണെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അതുകൊണ്ട് തന്നെ സാലറി, നമ്മൾ ഓവറോൾ സാലറി നോക്കുമ്പോൾ ചില അലവൻസുകൾ എക്സ്ട്രാ സെക്ഷൻ കൺട്രോളർക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 6250 രൂപ സെക്ഷൻ കൺട്രോളർക്ക് റിസ്ക് അലവൻസ് എന്ന പേരിൽ സെപ്പറേറ്റ് ഒരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ സാലറി ഇനിഷ്യലി തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഏകദേശം ഒരു 60,000 to 70,000 സാലറി ഇൻ ഹാൻഡ് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ കൺട്രോളർ എവിടെയൊക്കെ ഉണ്ടാവും? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്റ്റേഷൻ മാസ്റ്റർ എല്ലാ സ്റ്റേഷൻസിലും ഉണ്ടാവും ജോബ് വേക്കൻസീസ്. അതുപോലെ സെക്ഷൻ കൺട്രോളർ നോക്കുമ്പോൾ മെയിൻലി സെക്ഷണൽ അല്ലെങ്കിൽ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും ജോബ് വരുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട്, ട്രിവാൻഡ്രം ഈ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പാലക്കാടോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ ആയിരിക്കും വരുന്നത്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിന്റെ അഡ്വാൻറ്റേജ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ്, ഹയർ സാലറി ഉണ്ട്. ഒരുപാട് അലവൻസുകൾ എല്ലാം കൂടി നോക്കുമ്പോൾ ആ സാലറി വൈസ് നിങ്ങളെ ഒട്ടും ബുദ്ധിമുട്ടിക്കുന്നതല്ല, ഏറ്റവും ബെറ്റർ സാലറി തന്നെയായിരിക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്കുകളുണ്ട്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ സാലറി എപ്പോഴും ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് വീണ്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കിംഗ് ഹവേഴ്സ് 6 hours മാത്രമാണ് വർക്കിംഗ് ഹവർ എന്ന് പറയുന്നത്. 6 മണിക്കൂറാണ് ജോലി സമയം. ഡ്യൂട്ടി ടൈം 6 hours ആണ്. അത്രയും ഉത്തരവാദിത്തമുള്ള ജോലി ആയതുകൊണ്ടാണ് പല ഷിഫ്റ്റിലായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഈ പോസ്റ്റ് ഇത് വളരെ പ്രീമിയം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന വളരെ ഉത്തരവാദിത്തമുള്ള ജോലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, ഒത്തിരി വേക്കൻസീസ്, ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വേക്കൻസീസ് നമുക്കിപ്പോൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ NTPC എക്സാംസും ഗ്രൂപ്പ് ഡി എക്സാംസും അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയും. അല്ല, ഫ്രഷ് ആയിട്ട് റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവർക്കും ഈ ഒരു പരീക്ഷ മുതൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് കിടക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളവർക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിൻസിന്റെ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള, അതായത് ആ ഒരു സെക്ഷൻ മുഴുവനുള്ള ട്രാഫിക്കുകളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ളൊരു ജോലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ എന്തുകൊണ്ട് ഈ
ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. നേരത്തെ എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാവും. അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് സെപ്പറേറ്റ് റിക്രൂട്ട്മെന്റ് വഴി അല്ലായിരുന്നു നടത്തിയിരുന്നത്. NTPC വഴി 2019 NTPC പരീക്ഷ എഴുതി. NTPC പരീക്ഷയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോളർ പോസ്റ്റുകളും ഉണ്ടായിരുന്നു. ഈ പോസ്റ്റുകളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെയാണ് പിന്നീട് സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്ക് പരിഹരിച്ചത്. അങ്ങനെ ആ പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിട്ടിരിക്കുന്നത്. സോ ആ പോസ്റ്റുകൾ NTPCക്കുള്ളിൽ തന്നെയായിരുന്നു ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ. അപ്പൊ ഇപ്പോൾ സെപ്പറേറ്റ്ലി ആണ് ഈ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ഓപ്പൺ റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു. അപ്പം ആദ്യം നമുക്ക് ഡേറ്റ്സിൽ നിന്ന് നടക്കാം, അപ്ലൈ ചെയ്യാനുള്ള തീയതിയിൽ നിന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് 23/8, ലാസ്റ്റ് മന്ത് 23-ാം തീയതി ഒരു ഇൻഡിക്കേറ്റീവ് നോട്ടീസ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വേക്കൻസി വരുന്നുണ്ട്, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറയുന്ന ഒരു നോട്ടീസ് നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡേറ്റ് ഓഫ് പബ്ലിഷിംഗ് ഓൺ RRB വെബ്സൈറ്റ്, മെനങ്ങാന്നാണ് RRBയുടെ വെബ്സൈറ്റിൽ 14-ാം തീയതിയാണ് RRBയുടെ വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്ത് PDF അപ്ലോഡ് ചെയ്യുകയും നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്ത് ഇന്നലെ മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 14/9, അടുത്ത മാസം 14-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 14 വരെയുള്ള സമയത്തിനിടയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോർമലി ഉള്ളതുപോലെ ഡേറ്റ് ഓഫ് ക്ലോസിംഗ്, ഫീസ് പേയ്മെന്റിന്റെ കാര്യം, ആപ്ലിക്കേഷൻ ഫോം കറക്ഷന്റെ കാര്യം ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ആദ്യം വേക്കൻസീസിലേക്ക് തന്നെ വരാം. ഞാൻ പറഞ്ഞു ഈ പോസ്റ്റിന്റെ വേക്കൻസി, സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു സിംഗിൾ പോസ്റ്റിന് വേണ്ടിയാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. NTPC ഒക്കെ നിങ്ങൾക്കറിയാം, NTPC ഒരുപാട് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് വേണ്ടിയാണ്. അതിന്റെ പേ ലെവൽ 6-ലാണ് വരുന്നത്. 7th CPCയിൽ പേ ലെവൽ 6-ലാണ് വരുന്നത്. ഇനിഷ്യൽ പേ 35,400 പ്ലസ് നമ്മൾ അലവൻസ് കൂടാതെയുള്ള ബേസിക് ആയിട്ടുള്ള പേ ആണ് പറഞ്ഞത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 സ്റ്റാൻഡേർഡ് ആണ് റിക്വയർമെന്റ് ഉള്ളത്. നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ RRB NTPC ഉൾപ്പെടെയുള്ള എക്സാംസ് ഒക്കെ വന്നപ്പം ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്താണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. ഈ ഒരു PDF-ൽ തന്നെ, ഈ ഒഫീഷ്യൽ PDF-ൽ തന്നെ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ A2 ആണ് ഇതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇനി ഏജ് ലിമിറ്റ്, ഇതാണ് കുറെ പേർക്ക് അറിയേണ്ടത്. 20 മുതൽ 33 വയസ്സ് വരെ. ഹയർ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക്. ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് 33 വയസ്സും, OBC കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സും, അതേസമയം SC/ST കാറ്റഗറി ആണെങ്കിൽ 38 വയസ്സ് വരെയും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്ത് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ടോട്ടൽ വേക്കൻസീസ് എല്ലാ RRBസിലും കൂടെ ചേർത്ത് 368 വേക്കൻസിയാണ്. 368 വേക്കൻസീസ് ആണ് ഇതിൽ മുഴുവനായിട്ടുള്ളത്. അപ്പം ടോട്ടൽ വേക്കൻസീസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇത്രയും വേക്കൻസീസ് ആണുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു എക്സാം, RRBയുടെ ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ മോഡിൽ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് മാത്രം RRBസിന്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ടു ഓൺലി 1 RRB. ഒരു RRBയിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. Application to more than 1 RRB will lead to rejection of all the applications. Any attempt to submit more than one application by a candidate against this CN shall result in disqualification. ഒന്നിൽ കൂടുതൽ RRBയിൽ ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡീബാർ ചെയ്യും, നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ എലിജിബിൾ ആവില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും പറയാറുണ്ട് RRB നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേക്കൻസീസും അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലൊക്കേഷനും നോക്കി തന്നെ അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് ഒരൊറ്റ RRB മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദേ ഫുൾഫിൽ ദ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ ദ പോസ്റ്റ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. കാരണം ഇതൊരൊറ്റ പോസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. മൾട്ടിപ്പിൾ പോസ്റ്റ് അല്ല, ഒരൊറ്റ പോസ്റ്റേ ഉള്ളൂ, ഒരൊറ്റ മെഡിക്കൽ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ആ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ പ്രോസസ് എത്തിയതിനു ശേഷമാണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാതെയാവും എന്നൊരു വാർണിംഗ് ആണ് പറയുന്നത്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യം പറയുന്നത് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ജനറൽ ഫിറ്റ്നസ് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. വിഷ്വൽ ആക്ടിവിറ്റി, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് പറയുന്നത്. A2 സ്റ്റാൻഡേർഡിൽ ഡിസ്റ്റന്റ് വിഷൻ 6/9 അല്ലെങ്കിൽ 6/9 വിത്തൗട്ട് ഗ്ലാസസ്, നോ ഫോഗിംഗ് ടെസ്റ്റ് പറയുന്നുണ്ട്. ഇവിടെ നിയർ വിഷൻ ആണെങ്കിൽ SN 0.6 വിത്തൗട്ട് ഗ്ലാസസ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മയോപിക് വിഷൻ. ഇതാണ് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ വിഷ്വൽ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് ഫോർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2. അവസാനം പറയുന്നത് ശ്രദ്ധിച്ചേ, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലാസിക് സർജറി ഓർ എനി അതർ സർജറി പ്രൊസീജിയർ
to correct refractory error are not eligible for the post having medical standard A2 in the CEN. ഇപ്പോൾ ലാസിക് സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി റിഫ്രാക്ടറി എറർ കറക്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും സർജറി അണ്ടർഗോ ചെയ്ത ആൾക്കാർ ഈ ഒരു പോസ്റ്റിന് എലിജിബിൾ അല്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഏജ് ലിമിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യുന്നത് lower and upper age limit indicated for the post in the vacancy table will be reckoned as on 1/1/2026. 2026 ജനുവരി 1 ഡേറ്റ് വെച്ചിട്ടായിരിക്കും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ ഡേറ്റുകളും കറക്റ്റ് ചിലപ്പോൾ ഒരു ദിവസത്തെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും ചിലർക്ക് എലിജിബിലിറ്റി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് 1/1/2026 നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഏജ് ലിമിറ്റ് 20 മുതൽ 33 വരെയാണ്. UR ആൻഡ് EWSന്റെ കാര്യമാണ് പറയുന്നത്. OBC ആവുമ്പോൾ ഒരു 3 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. SC/ST ആവുമ്പോൾ ഇവിടെ 5 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഡേറ്റിന് മുമ്പ് ജനിച്ചവർക്ക് പറ്റില്ല, ഈ ഡേറ്റിന് ശേഷം ജനിച്ചവർക്ക് തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ചത് ഈ ഡേറ്റിന് ശേഷമാണോ എന്ന് നോക്കുക. നിങ്ങളുടെ കാറ്റഗറി നോക്കുക, നിങ്ങൾ ജനിച്ചത് ഈ ഡേറ്റിന് ശേഷമാണോ നോക്കുക. ഇനി എക്സാമിനേഷൻ ഫീ, ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ? തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എല്ലാ കാൻഡിഡേറ്റ്സിനും. ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് ഫീ കൺസെഷൻ ഇല്ലാത്ത കാറ്റഗറീസിനെല്ലാം 500 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഫീസിൽ 400 രൂപ റീഫണ്ട് ചെയ്യും നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേജ് പരീക്ഷ അപ്പിയർ ചെയ്തതിന് ശേഷം. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ 400 രൂപ റീഫണ്ട് ചെയ്യും, 500 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യണം. ഇതാണ് ഫീസ് എന്ന് പറയുന്നത്. ഇനിയും ഫീമെയിൽസ്, ട്രാൻസ്ജെൻഡേഴ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC/ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇവർക്ക് 250 രൂപയാണ് ഫീസ് വരുന്നത്. ഇവർക്ക് അപ്ലൈ ചെയ്ത് അവർ എക്സാം എഴുതിയതിനു ശേഷം 250 രൂപയും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും എന്നാണ് ആ ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, എങ്ങനെയാണ് ഇതിന്റെ പരീക്ഷകൾ? നിങ്ങൾ അപ്ലൈ ചെയ്തു, ഫീസ് അടച്ച് അതിന്റെ പ്രോസസ്സുകൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്തു. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് 4 സ്റ്റേജുകളാണ് ഇവിടെ പറയുന്നത്. റിക്രൂട്ട്മെന്റ് സ്റ്റേജുകൾ 4 സ്റ്റേജുകളുണ്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ. ഒന്നാമത്തെ സ്റ്റേജ് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, ഒരൊറ്റ സ്റ്റേജ് പരീക്ഷയേ ഉള്ളൂ. പരീക്ഷ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് CBAT ആണ്. CBAT നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അത് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നുണ്ട്. തേർഡ് സ്റ്റേജിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഫോർത്ത് സ്റ്റേജ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ 4 സ്റ്റേജുകളാണുള്ളത്. അപ്പം മെയിൻലി ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. ഒരൊറ്റ സ്റ്റേജ് പരീക്ഷയുള്ളൂ. അതിനുശേഷം CBAT ഉണ്ട്. CBATന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഓരോ ടെസ്റ്റ് ബാറ്ററീസും ക്വാളിഫൈ ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും അടുത്ത സ്റ്റേജിലേക്ക്, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ സ്റ്റേജ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്താണ്? നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ആണ്. ഈ ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് NTPC-യുമായിട്ട് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ടോട്ടൽ ഡ്യൂറേഷൻ 120 മിനിറ്റ് ആണ്. 120 × 120 മിനിറ്റ്സ് ആണ്. 2 മണിക്കൂറുണ്ട്. എക്സാം ഡ്യൂറേഷൻ 2 മണിക്കൂറുണ്ട്. 100 ചോദ്യമേ ഉള്ളൂ, 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ളത് 1 മാർക്ക്. ശരി ഉത്തരമാണെങ്കിൽ 1 മാർക്ക്, തെറ്റാണെങ്കിൽ -1/3 ആണ് വരുന്നത്. നോർമലൈസേഷൻ ഉണ്ടാവും, പല ഷിഫ്റ്റിലാണ് നടത്തുന്നത്, അതുകൊണ്ട് നോർമലൈസേഷൻ പ്രൊസീജിയർ ഉണ്ടാവും. ഇനി സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. 120 മിനിറ്റ് ആണുള്ളത്. ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 60 ചോദ്യം അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കാപ്പബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് 60 മാർക്ക് വരുന്നത്. അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കാപ്പബിലിറ്റി 60 മാർക്ക്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. അതുകൊണ്ട് ലോജിക്കൽ കാപ്പബിലിറ്റി കൂടുതലും നമ്മുടെ റീസണിങ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്, 20 ചോദ്യങ്ങൾ. മെന്റൽ റീസണിങ് വരുന്നത് വീണ്ടും 20 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 60, 20, 20 ഇതാണ് നമ്മളുടെ ഓവറോൾ വെയിറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഓവറോൾ 60, 20, 20 100 ചോദ്യങ്ങളാണ് വരുന്നത്. ഇപ്പം മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഒരു പാർട്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. ഇതാണ് സ്റ്റേജ് 1 CBTയുടെ പാർട്ട് സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കാപ്പബിലിറ്റിയിൽ തന്നെ 2 പാർട്ട് വരുന്നുണ്ട്, 60 മാർക്ക് വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന 2 പാർട്ടാണ്. ഒന്ന് മാത്തമാറ്റിക്സ്, ഇത് നമ്മുടെ NTPC പരീക്ഷയ്ക്കും നമ്മുടെ SSC പരീക്ഷയ്ക്കും എല്ലാം വരുന്ന അതേ മാത്സ് തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടെ വരുന്ന നമ്മുടെ നോർമൽ റെയിൽവേ SSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട അതേ സിലബസ് തന്നെ, യാതൊരു വ്യത്യാസങ്ങളും വരുന്നില്ല. രണ്ടാമത്തെ പാർട്ട് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, DI ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. SSC എക്സാംസിനും
അതുപോലെ തന്നെ റെയിൽവേ എക്സാംസിനും വരുന്നതാണ് ഡാറ്റ അനാലിസിസ്, എക്സാമിനേഷൻ അനാലിസിസ് ആൻഡ് ഇന്റർഫറൻസ് ഡ്രോൺ ഫ്രം ടെക്സ്റ്റ്, ടാബുലാർ ഡാറ്റ, ഡാറ്റ റെപ്രസെന്റഡ് ഗ്രാഫിക്കലി, ചാർട്ട്, പൈ ഗ്രാഫ്, സ്കാറ്റർ പ്ലോട്ട്, പൈ ചാർട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് ഡിസ്ട്രിബ്യൂഷൻ, വെൻ ഡയഗ്രാംസ്. പ്രോപ്പർ ആയിട്ട് സിലബസ് പറയുന്നുണ്ട്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പ്രത്യേകിച്ചും ബാങ്ക് എക്സാംസിനൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. SSCക്കും RRBക്കും തന്നെ ഈ ടൈപ്പ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഇവിടെ പറയുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ ഉണ്ട് ടോപ്പിക്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ടോപ്പിക്സ് കൃത്യമായിട്ട് ഒരു 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 60 മാർക്ക് എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസിലും മാത്തമാറ്റിക്സിലും ഇരിക്കുകയാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് സിമിലർ ആണ്. SSC RRB എക്സാംസിന് പഠിക്കുന്ന ആൾക്കാർക്ക് സിമിലർ സിലബസ് ആണ്. പക്ഷേ ചില ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. 2, ലോജിക്കൽ കേപ്പബിലിറ്റി. ലോജിക്കൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പാർട്ട് എ പറയുന്നത് ലോജിക്കൽ റീസണിങ്. ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ നമ്മൾ SSC അതുപോലെ തന്നെ റെയിൽവേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. ലോജിക്കൽ റീസണിങ് ടോപ്പിക്ക്. അതിന്റെ കൂടെ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ഒരുപക്ഷെ റെയിൽവേ പരീക്ഷകൾക്ക് നോർമലി ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. SSC ആസ്പിറൻസ് ആ ഒരു പാർട്ടും പഠിക്കുന്നതാണ്. അപ്പൊ അവിടെ നിന്നൊരു 10 മാർക്കോളം വെയിറ്റേജ് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പം അങ്ങനെ ഒരു പാർട്ടും കൂടി ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് വുഡ് ബി ഗിവൺ ഫ്രം എനി സബ്ജക്ട്സ് ഓൺ ഹിസ്റ്ററി, സൊസൈറ്റി, ലിറ്ററേച്ചർ, സയൻസ്, മെയിൻ ഐഡിയ, സപ്പോർട്ടിംഗ് ഐഡിയ, ആപ്ലിക്കേഷൻ, സ്ട്രക്ചർ, ലോജിക്കൽ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ ഗിവൺ പാരഗ്രാഫ്. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് റെയിൽവേ ആസ്പിറൻസിന് ഒരു പക്ഷേ പുതിയൊരു ടോപ്പിക്കാണ്. ഇനി SSC പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കതൊരു പുതുമയുള്ള ടോപ്പിക് അല്ല. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടോപ്പിക് തന്നെയാണ്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസ് ഒന്നുമല്ല. റെയിൽവേ പരീക്ഷയ്ക്ക് സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇനി തേർഡ് പാർട്ട് മെന്റൽ റീസണിങ്, അനലോഗി, അതുപോലെ സീരീസ് കംപ്ലീഷൻ, സോൾവിംഗ് കോഡിംഗ്, സോൾവിംഗ് റാങ്കിങ് ആൻഡ് അറേഞ്ച്മെന്റ്. ഇതെല്ലാം റെയിൽവേയുടെയും SSCയുടെയും സിമിലർ പരീക്ഷയിൽ തന്നെ വരുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പൊ വ്യത്യാസമുള്ളതെന്ന് പറയാൻ ഒരു പാർട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ സെപ്പറേറ്റ്ലി എടുത്ത് പറയുന്നുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ DI ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ നമ്മൾ DI ഒന്നുകൂടി നോക്കണം എന്നൊരു കാര്യം നമുക്ക് ഈ സിലബസിൽ നിന്ന് പറയാനായിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൽ, അതും 100 മാർക്കാണ്. നമുക്ക് GK പോലെയുള്ള സബ്ജക്റ്റുകളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതിന്റെ ബേസിക് സിലബസിൽ. അതിന് ഇനിയും രണ്ടാമത്തെ സ്റ്റേജ് 1 പരീക്ഷ 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ എഴുതി അതിൽ നിങ്ങൾ മിനിമം മാർക്ക് മേടിച്ചു. അതായത് വേക്കൻസിയുടെ ഏകദേശം 8 ഇരട്ടി ആൾക്കാരെയാണ് അടുത്ത സ്റ്റേജ് ആയ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വിടുന്നത്. ഇപ്പൊ 100 വേക്കൻസി ഉണ്ടെങ്കിൽ 800 പേരെ ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അത്രയും ആൾക്കാരെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വിടും. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവുന്ന ആൾക്കാരെ ആയിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമായിരിക്കും അടുത്ത ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പറയുന്നത്. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതൊക്കെ NTPC പരീക്ഷ പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ALP പരീക്ഷയ്ക്കും ഒക്കെ എഴുതിയ ആൾക്കാർക്ക് CBAT എന്താണെന്ന് അറിയാം. ഇല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുമായിട്ട് മറ്റു വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ CBAT പോലെയുള്ള സെക്കൻഡ് സ്റ്റേജ് പാസ്സായാൽ നിങ്ങളുടെ പെട്ടെന്ന് സഡൻ സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുകൾ, സഡൻ ആയിട്ട് അനാലിസിങ് സ്കില്ലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ CBAT ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് ഇത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് വരുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുമാണ് അടുത്ത സ്റ്റേജിൽ വരുന്നത്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ, ഫൈനലി നിങ്ങളുടെ ഓഫർ വരുന്നു, ഓഫർ ലെറ്റർ വരുന്നു, നിങ്ങൾ ജോബിന് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഫൈനൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതാണ് ബേസിക് പ്രോസസ്. ഇനി ഓവറോൾ വേക്കൻസി നോക്കാം. എല്ലാ RRBസിലും ടോട്ടൽ സോൺസിൽ വരുന്ന വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. UR കാറ്റഗറി, SC ST OBC EWS, ടോട്ടൽ, എക്സ് സർവീസ്മെൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഇങ്ങനെ ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസീസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ വേക്കൻസീസ് നോക്കുമ്പോൾ ട്രിവാൻഡ്രം സദേൺ റീജിയനിലാണ് വരുന്നത്. UR കാറ്റഗറിയിൽ 107 വേക്കൻസീസ് ആണുള്ളത്. OBC 4, SC ST കാറ്റഗറി 5ഉം 2ഉം വെച്ചിട്ട് ടോട്ടൽ വേക്കൻസീസ് 19 വേക്കൻസീസ് ആണ് ടോട്ടൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ എക്സ് സർവീസ്മെനും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് വേക്കൻസി ഇല്ല, 2. ഇത്രയാണ് 19 വേക്കൻസീസ് ആണ് ആകെ ട്രിവാൻഡ്രം സോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആകെ മൊത്തത്തിലുള്ള വേക്കൻസി 368 വേക്കൻസിയാണ് ഇത്രയും കാറ്റഗറിയിൽ. പ്ലസ് 36 എക്സ് സർവീസ്മെനും 15 പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസുമാണ് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ വേക്കൻസീസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി. ഇത് ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ്. റെയിൽവേ SSC എക്സാംസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ പോസ്റ്റ് ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ നോട്ടിഫിക്കേഷൻ ആണ്, എക്സ്ട്രാ എക്സാം ആണെന്ന് മനസ്സിലാക്കി
പ്രിപ്പയർ ചെയ്തോളുക. നല്ലൊരു അവസരമാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഈ റെയിൽവേയുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് റെയിൽവേ കംപ്ലീറ്റ് കോഴ്സ് എന്ന പേരിൽ നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ റെയിൽവേയുടെ NTPC, ഗ്രൂപ്പ് ഡി പോലെയുള്ള എല്ലാ പരീക്ഷകളും, ALP, അതുപോലെ ടെക്നീഷ്യൻ പോലെയുള്ള എല്ലാ പരീക്ഷകൾക്കും വരുന്ന തരത്തിലുള്ള ബേസിക്സ് കവർ ചെയ്യുന്ന കോഴ്സാണ് വരുന്നത്. ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽ ആണ് പറഞ്ഞത്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ കോഴ്സിൽ കംപ്ലീറ്റ്ലി ഇതിന്റെ സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സിലൊക്കെ പുതിയ ബാച്ചുകൾ എല്ലാ മാസവും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ സെന്റേഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പെർഫോം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ജോബിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.